മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് സ്പെഷ്യാലിറ്റിയിലാണ് ഇപ്പോൾ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് സാലറി ആയിട്ട് ലഭിക്കുക ഏകദേശം ഒരു 33 ലക്ഷം മുതൽ 37 ലക്ഷം വരെ ഉണ്ടാകും നമ്മുടെ ഇന്ത്യൻ റുപ്പീസിൽ. ഹൈ ഓൾ, വെൽക്കം ടു എജൂസ് ഇന്റർനാഷണൽ അക്കാഡമി. സോ നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഇൻഫർമേഷൻ ഷെയറിംഗ് വീഡിയോ ആണ്. അതായത് ഒരു ലോങ് ഗ്യാപ്പിന് ശേഷം UK-യിലേക്ക് നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് നടക്കുകയാണ്. സോ അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അതായത് ഇപ്പോൾ വേക്കൻസി വന്നിരിക്കുന്നത് UK-യിലെ വെയിൽസിലേക്കാണ്. അതായത് നമുക്കറിയാം UK എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും 4 രാജ്യങ്ങളാണ് വരിക. ഒന്ന് ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, വെയിൽസ്, നോർത്തേൺ ഐലൻഡ്. സോ ഇതില് വെയിൽസിലേക്കാണ് ഇപ്പൊ റിക്രൂട്ട്മെന്റ് ഓപ്പൺ ആയിരിക്കുന്നത്. വെയിൽസിലെ NHS-ലാണ്. പ്രധാനമായിട്ട് സ്പെഷ്യാലിറ്റി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് സ്പെഷ്യാലിറ്റിയിലാണ് ഇപ്പോൾ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിക്രൂട്ട്മെന്റ് തികച്ചും സൗജന്യമാണ്. അതായത് നമ്മുടെ കേരള ഗവൺമെന്റിന്റെ അംഗീകൃതമായിട്ടുള്ള സ്ഥാപനമായ നോർക്ക അല്ലെങ്കിൽ നോർക്ക റൂട്ട്സ് വഴിയാണ് ഇതിന്റെ റിക്രൂട്ട്മെന്റ് നടക്കുക. അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. സോ ഇതിന്റെ പ്രൊസീജിയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. നമ്മുടെ ബയോഡേറ്റ, അതായത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ബയോഡേറ്റയുടെ കോപ്പി, കൂടാതെ IELTS അല്ലെങ്കിൽ OETയുടെ സ്കോർ കോപ്പി, കൂടാതെ നമ്മുടെ ബാക്കിയുള്ള ഡോക്യുമെന്റ്സ്, അതായത് നമ്മുടെ 10th മുതൽ നമ്മുടെ നഴ്സിംഗ് വരെയുള്ള എല്ലാ ഡോക്യുമെന്റ്സും നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരു മെയിലിലേക്ക് നമ്മൾ മെയിൽ ചെയ്യുക. അതായത് ukNHS.norcatkerala.gov.in ഈ മെയിലിലേക്ക് നമ്മൾ മെയിൽ ചെയ്യേണ്ടതായിട്ടാണ് വരിക. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഒക്ടോബർ മാസം 5-ാം തീയതിയാണ് കേട്ടോ. അപ്പൊ അധികം ദിവസമില്ല, ഒക്ടോബർ 5-നുള്ളിൽ തന്നെ ഈ മെയിലിലേക്ക് നിങ്ങൾ മെയിൽ ചെയ്ത് കൊടുക്കുക. ക്വാളിഫിക്കേഷൻ പറയുന്നത് BSc നഴ്സിംഗ് അല്ലെങ്കിൽ GNM മതിയാവും. പക്ഷെ CBT നമ്മൾ മെന്റൽ ഹെൽത്ത് സ്പെഷ്യാലിറ്റിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതായത് CBT നമ്മുടെ മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് സ്പെഷ്യാലിറ്റിയിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതുകൂടാതെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഓർക്കേണ്ട കാര്യം OET അല്ലെങ്കിൽ IELTS-ന്റെ സ്കോറിനെ കുറിച്ചാണ്. നമുക്ക് വാലിഡ് ആയിട്ടുള്ള സ്കോർ മാർച്ച് 2026 വരെ വാലിഡ് ആയിട്ടുള്ള സ്കോർ ഉണ്ടാകണം. IELTS ആണെങ്കിൽ ബാൻഡ് സ്കോർ 7 ഇൻ സ്പീക്കിംഗ്, റീഡിംഗ്, ലിസണിംഗ്, കൂടാതെ 6.5 ഇൻ റൈറ്റിംഗ്. അതേസമയം OET ആണെങ്കിൽ ഗ്രേഡ് B ഇൻ സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് ലിസണിംഗ് ആൻഡ് C+ ഇൻ റൈറ്റിംഗ്. അതുകൂടാതെ എക്സ്പീരിയൻസ് വേണം. അതായത് നമ്മുടെ മെന്റൽ ഹെൽത്ത് കെയറിൽ മിനിമം 12 months വർക്കിംഗ് എക്സ്പീരിയൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. അതുകൂടാതെ നമ്മുടെ എല്ലാ ഡോക്യുമെന്റ്സും മാർച്ച് 2026 വരെ വാലിഡ് ആയിരിക്കണം. സാലറി, ബാക്കി ബെനിഫിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ OSCE കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ ആണെങ്കിൽ 27,898 27,898 പൗണ്ടാണ് പെർ ഇയർ നമുക്ക് സാലറി ആയിട്ട് ലഭിക്കുക. അതേസമയം നമ്മൾ OSCE കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണെങ്കിൽ 31,515 പൗണ്ട്സ് ആണ് നമുക്ക് സാലറി ആയിട്ട് ലഭിക്കുക. ഏകദേശം ഒരു 33 ലക്ഷം മുതൽ 37 ലക്ഷം വരെ ഉണ്ടാകും നമ്മുടെ ഇന്ത്യൻ റുപ്പീസിൽ. അതുകൂടാതെ എക്സ്ട്രാ ബെനിഫിറ്റ്സ്, റിവാർഡ്സ് ഒക്കെ നമുക്ക് എലിജിബിൾ ആണ്. സോ ഇനി എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും അറിയില്ല. കാരണം ഇത് നോർക്ക റൂട്ട്സ് വഴിയാണ് റിക്രൂട്ട്മെന്റ് നടക്കുക. സോ നോർക്ക റൂട്ട്സിൽ നിങ്ങൾക്ക് വിളിച്ചിട്ട് അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഈ തന്നിരിക്കുന്നതാണ് എൻ്റെ ഫോൺ നമ്പർ. കൂടാതെ വെബ്സൈറ്റ് www.norcarouts.kerala.gov.in www.nifl.norcarouts.org ഇതാണ് ഇതിന്റെ വെബ്സൈറ്റ് ആയിട്ട് വരിക. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ അവർ ക്ലാരിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. അതുകൂടാതെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിക്രൂട്ട്മെന്റ് നോർക്ക റൂട്ട്സ് വഴിയാണ് നടത്തുക. ഞാൻ പറഞ്ഞ പോലെ നോർക്ക റൂട്ട്സ് വഴി നടത്തുന്ന റിക്രൂട്ട്മെന്റ് എല്ലാം കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. വേറെ ഒരു ഏജൻസി വഴിയല്ല ഇതിന്റെ റിക്രൂട്ട്മെന്റ് നടക്കുക. സോ അതുകൊണ്ട് തന്നെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് UK-യിലെ NHS-ൽ വർക്ക് ചെയ്യാനുള്ള ഒരു അവസരമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആ ഒരു റിക്രൂട്ട്മെന്റ്, അതായത് ഇതിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ UK-യിലേക്ക് പറക്കണം എന്ന് താല്പര്യമുള്ളവർ ഉറപ്പായിട്ട് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ വിദേശ ജോലി എന്ന നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.